ദൈവത്തിൻ്റെ ഓമന മകൻ്റെ വാക്കുകൾ. ഭക്തനെ കുഞ്ഞിനെ കരയാൻ സമ്മതിക്കാത്ത മാതാവിനെ പോലെ സദാ കർമ്മങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിച്ച് വലിയ വലിയ ഫലം തരികയാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ കനിവിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചതാണ്. ഇതൊന്നും ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുമല്ല. ദൈവം തന്നു, ഏൽപ്പിച്ചു, പറഞ്ഞു തരുന്നത് പോലെ ചെയ്യുന്നു. എന്തായിരിക്കണം ശിഷ്യൻ്റെ അർപ്പണം? ഞാൻ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. ഈ അർപ്പണ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഓരോരുത്തരും ദർശിക്കണം. സത്യത്തെ സൂക്ഷിച്ചെടുക്കുന്നവർക്കുള്ളതാണ് ഭാഗ്യം. എന്തും സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയണം. വിനയം കൊണ്ട് ഒന്നിനു വേണ്ടി സമർപ്പിക്കാനുള്ള വൈരാഗ്യം വളരെ അത്യാവശ്യമാണ്. ഈ സങ്കരകാലത്ത് നമ്മുടെ അവസ്ഥ സ്ഥിതിയിൽ നിന്ന് ഉയരാൻ അത് മാത്രമാണ് മാർഗം. ആരുടെ മുമ്പിലും നടുവ് വളയ്ക്കേണ്ട ഒരു കുറവും ദൈവം നമുക്ക് തന്നിട്ടില്ല. സത്യത്തെ സ്നേഹിച്ചാൽ അതിൽ കവിഞ്ഞ മറ്റൊരു സ്നേഹം വരാനില്ല. വൈരാഗ്യം, എന്തും സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കരുത്ത്, എല്ലാ വൈരാഗ്യങ്ങളും ഒന്നിനു വേണ്ടി അർപ്പിക്കുവാനുള്ള വിനയം, ഇവയാണ് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. ഭാരതം പ്രകൃതിദത്തമായ ഭൂമിയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഴമാണ് നമ്മുടെ സംസ്കാരത്തിന്. ആ സംസ്കാരത്തിന് അനുസൃതമായി ജീവിത ചിട്ട കൊണ്ടുവരാത്തത് കൊണ്ട് നമ്മുടെ അറിവ് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ നന്മ തിന്മകൾ അറിയണം. നമ്മുടെ ഈ നന്മയും തിന്മയും എന്ത് കാരണത്താൽ നമ്മുടെ കഴുത്തിൽ തൂങ്ങി, ഇതാണ് ജീവിതം കൊണ്ട് അറിയേണ്ടത്. നമുക്കും നമ്മുടെ സമൂഹത്തിനും ജീവരാശിക്കാകമാനവും നന്മകൾ കൈവരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നു. അത് ഈശ്വര സങ്കല്പമായി ചെയ്യണം. ദൈവം തന്നത് ദൈവം തന്നതായിട്ട് കാണണം. ഞാൻ ഒരു ഉപാധി മാത്രം. ദർശനം, സിദ്ധി, ന്യായം പോലെ മനസ്സിലാക്കരുത്. ദൈവമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് തന്നെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആരെയും അവഹേളിക്കാൻ പാടില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തോളം എരി. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യത്തോളം ചോദിക്കാനും അറിയുവാനും അറിവ് വേണം. കാര്യത്തോളം ചോദിക്കാനും അറിയുവാനും അറിവ് വേണം. നമ്മുടെ വീടെങ്കിലും ഒരുമയുള്ളതാകണം. അതിനാണ് നിങ്ങളിവിടെ വരുന്നത്, അല്ലാതെ സന്യസിക്കാനല്ല. നിങ്ങൾ ഈ സംസ്കാരം പകർന്നാൽ നിങ്ങളുടെ വീട്ടിൽ സന്യാസിമാർ ഉണ്ടായിക്കൊള്ളും. ഭാഗ്യം ഉതകണമെങ്കിൽ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവൃത്തി. അത് കഴിഞ്ഞ് ജീവന്റെ നിലനിൽപ്പിനുള്ള ബുദ്ധി. ഒരു തലമുറയ്ക്ക് വേണ്ടത് നിങ്ങൾ അച്ഛനും അമ്മയും മക്കൾക്കും വേണ്ടത് നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക. അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ സമ്പാദിക്കരുത്. അങ്ങനെ സമ്പാദിച്ചാൽ നിങ്ങളുടെ മക്കൾ വിദ്യയുടെയും പ്രഭുത്വത്തിൻ്റെയും ധനത്തിൻ്റെയും എല്ലാം അകമ്പടി സേവകരാകും. അങ്ങനെ അവർ നശിക്കും. ഏത് കാര്യവും മിതമായേ ചെയ്യാവൂ. ഭക്തി വന്നു കഴിയുമ്പോൾ പ്രവർത്തിക്കാൻ ആവേശമുണ്ടാകും. എന്നാലും മിതമായേ ചെയ്യാവൂ. ബഹളം പിടിച്ച് ചെയ്യുന്നത് ഭക്തിയല്ല. മിതമായി ചെയ്താൽ എന്തും ചെയ്യാം. ഇതുവരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നവരോട് നിങ്ങൾ ഒന്നും പറയരുത്. അതവർ പറഞ്ഞോട്ടെ. ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ തെറ്റും ശരിയും ഉള്ളതാണെങ്കിൽ ശരി എവിടെ വരെ, തെറ്റ് എവിടെ വരെ എന്ന് കാണാനുള്ള അറിവിനെ പറ്റിയാണ് നിങ്ങൾ
ഒരിക്കലും ഏറ്റെടുക്കാൻ വയ്യാത്ത തരത്തിൽ നിങ്ങൾ ജീവിതം കൊണ്ടുപോകരുത്. ഈശ്വരന്റെ നീതി ഏറ്റെടുക്കത്തക്ക രീതിയിലാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. യഥാർത്ഥ പാണ്ഡിത്യം അത്ഭുത വിദ്യയാൽ വികടത്തരം കാണിക്കുന്നതല്ല. സിദ്ധി ജ്ഞാനമല്ല. എനിക്ക് സിദ്ധിയുടെ മുറിയില്ല. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ചിലർ അങ്ങനെ ചെയ്തു. അങ്ങനെയുള്ളവരോട് ഞാൻ എന്തു പറയും? സിദ്ധി പോലുള്ള മാർഗമൊന്നും എനിക്ക് തരാനില്ല. സിദ്ധി ആരെയും നന്നാക്കിയിട്ടില്ല, നാടിനെയും. ഗൃഹസ്ഥാശ്രമികൾ വെറുതെ അധംപതിക്കാനുള്ളവരല്ല. ജീവിതം കൊണ്ട് ധനവും വിദ്യയും സമ്പത്തും വേണ്ടി വന്നാൽ ലോകരാഷ്ട്രങ്ങളെ തന്നെ ഭരിക്കാനുള്ള കർമ്മവും ഏറ്റെടുക്കേണ്ടതാണ്. എന്താണ് നമുക്കിന്ന് ആവശ്യം? നമ്മുടെ പൂർവികന്മാർ ചെയ്തു പോയ കർമ്മത്തിൽ ശാപശക്തി ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് പകരം പുണ്യം വളർത്താനുള്ള സിദ്ധാന്തമാണ് ഇന്നോളം പറയപ്പെട്ടിട്ടുള്ള സിദ്ധാന്തത്തിൽ എത്രത്തോളം ഭാഗ്യത്തിന്റെ തൂക്കമുണ്ട്, അത് എത്രത്തോളം നമുക്ക് എടുക്കാൻ കഴിയും, ആ കർമ്മത്തിൽ നാം എങ്ങനെയായിരിക്കുമെന്ന് ആദരിച്ചെടുക്കുന്നതാണ് ധർമ്മം. ആദ്യമായി വേണ്ടത് അജ്ഞതയുടെ ദൂരീകരണമാണ്. അതെ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതിന് എന്താണ് വേണ്ടത്? മഹത്തുക്കളുടെ ജീവിത വീക്ഷണം നമ്മൾ മനസ്സിലാക്കണം, അതേപ്പറ്റി ചിന്തിക്കണം, പിന്നീട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അങ്ങനെ പടിപടിയായി ശ്രമിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കടവിൽ എത്തിച്ചേരാൻ കഴിയും. ഗൃഹസ്ഥശ്രമി ഒരു ചിട്ടയോടെ ജീവിച്ച് സ്വന്തം കുട്ടികളെ ഏറ്റവും നന്നായി വളർത്താനുള്ള ഒരു പരിചയവും പ്രയത്നവും ഉണ്ടാക്കിയെടുക്കണം. മറ്റൊന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും മക്കളുമെങ്കിലും ഒരുമയോടെ ജീവിക്കുവാനുള്ള ഒരു ധാരണയെങ്കിലും വളർത്തിയെടുത്ത് കുട്ടികൾക്ക് പ്രദാനം ചെയ്യണം. ആ ധാരണയിൽ അവർക്ക് കഴിയുമെങ്കിൽ വളരട്ടെ. അതിനെ എന്തെങ്കിലും ഒരു ഉചിതമായ മാതൃക സൃഷ്ടിച്ചെടുത്തേ മതിയാവൂ. അതിനവർക്ക് കഴിയണമെങ്കിൽ സ്വയം വളർന്നെത്തിയ ഒരു സംസ്കാരം വേണം. ത്യാഗത്തിനെ ഒരിടത്തും കുനിയേണ്ടതില്ല. സകല യോഗ്യതയും ത്യാഗത്തിന് അടിമയാണ്. ഒരു വിശേഷ വിധിയും സിദ്ധിയും ഇല്ലാതെ തന്നെ ത്യാഗിയുടെ വാക്കുകൾ ഹൃദയാനുഭൂതി ഉണ്ടാക്കും. മറ്റുള്ളവന്റെ കൂടുതലും കുറവും സ്വയം ഏറ്റെടുക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ അവനിലുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അവനിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതോടൊപ്പം അവനിലുള്ള ചീത്ത കാര്യങ്ങളും നമ്മുടേതാണ് എന്ന് തന്നെ ചിന്തിക്കണം. എന്നിട്ട് ഇന്ന കുറവുണ്ട്, അത് എടുത്തു കളയണമെന്ന് അവനോട് സ്നേഹമായിട്ട് പറയണം. അവൻ ആ കുറവ് എടുത്തു കളയുന്നതോടുകൂടി നമ്മുടെ ജീവനിലുള്ള ഒരു കുറവും മാറിയിരിക്കും. അഥവാ അവൻ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവന് വേണ്ടി 3 മിനിറ്റ് ഇരുന്ന് ദിവസേന പ്രാർത്ഥിക്കണം. അപ്പോൾ അവനുമായി ഇടപഴകാൻ ദൈവമായിട്ട് ഒരവസരവും തരും. അത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടുന്നതാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിച്ച് അവനോട് പറയണം. അപ്പോൾ അവൻ അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ ജീവനിലുള്ള ഒരു കുറവ് നമുക്ക് മാറ്റിയെടുക്കണം. സത്യത്തെ സൂക്ഷിച്ചെടുക്കുന്നവർക്കുള്ളതാണ് ഭാഗ്യം. എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. വിനയം കൊണ്ട് ഒന്നിനു വേണ്ടി സമർപ്പിക്കാനുള്ള വൈരാഗ്യം വളരെ അത്യാവശ്യമാണ്. ഈ സങ്കരകാലത്ത് നമ്മുടെ അവശസ്ഥിതിയിൽ നിന്ന് ഉയരാൻ അത് മാത്രമാണ് മാർഗം. നിങ്ങൾക്കാർക്കായാലും എത്തിക്കൂടാൻ പറ്റിയ ഒരു രംഗം ദൈവം തന്നിട്ടുണ്ട്. ഓരോരുത്തരുമുള്ള വാസന പകർന്ന ഒരു സങ്കല്പ കർമ്മ സ്വരൂപത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഓരോ മനുഷ്യൻ്റെയും ജീവന്റെ പുറപ്പാട്. ഗോളാന്തരങ്ങളുടെ ചരിത്ര സത്യമാണ് ഒരു ജീവനിൽ ഉതകി നിൽക്കുന്നത്. സ്നേഹമാണ് ദൈവമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹം മുറ്റതുകൊണ്ടാണ്. സ്നേഹത്തിൻ്റെ വൈരാഗ്യം എങ്ങനെയെന്ന് കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾ എത്ര വിദ്വാനോ അറിവനോ
എന്തായാലും ശരി, സ്നേഹം പകർന്നാലേ ലോകത്ത് നമുക്ക് മുന്നേറാൻ കഴിയൂ. സന്യാസത്തിന് ആശ്രമം തന്നെ വേണമെന്നില്ല, എന്നാൽ വേണം. സന്യസിച്ച് ജീവിതം പൂർണ്ണമായി മതിയായി എന്ന് വരുമ്പോൾ ആശ്രമം വേണം. ഇതിനു വേണ്ടി ഒരു ആശ്രമവും അതിൻ്റെ മറ്റു ഇണക്കുകളും വേണം. സാധുക്കൾ ഇല്ലാത്ത ഇടം കെട്ടത് ആരാണ്? സാധുക്കൾ. ഈ പറഞ്ഞ സന്യാസിമാർ. സ്വത്തുക്കളാണവർ. അവർ ഭൗതികമായി ഒന്നും കരുതി ജീവിച്ചവരല്ല. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അധികമല്ല. പക്ഷേ പണവും വിദ്യയും ബുദ്ധിയും കൊണ്ട് ജനങ്ങളെ തീറ്റിപ്പോറ്റി നശിപ്പിക്കുന്ന കർമ്മമല്ല സന്യാസം. സന്യാസി തികച്ചും ധന്യനാണ്. വിദ്യയും ധനവും പ്രഭുത്വവുമെല്ലാം അവർ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് അവർ സന്യാസിയാണെങ്കിൽ ആ സന്യാസത്തെ നിങ്ങൾ എന്തിനെ കൊണ്ട് സൂക്ഷിക്കും? നിങ്ങളുടെ വിദ്യയും ധനവും പ്രഭുത്വവും അറിവില്ലാതെ സൂക്ഷിക്കുവാൻ വന്ന സന്യാസിയെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കും? ഇതറിയാനുള്ള വിനയം നിങ്ങൾക്കില്ലേ? വിനയമില്ലാത്ത പ്രവൃത്തിയുടെ കർമ്മദോഷം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. ഏത് ദുഃഖത്തെയും അറിഞ്ഞ് സ്നേഹമായി പെരുമാറി അത് അറിഞ്ഞ് അനുഭവപ്പെടുത്തി അതിനായി മാറുക. അപ്പോൾ ദുഃഖത്തിന്റെ ഇരിപ്പിടവും സുഖത്തിന്റെ ഇരിപ്പിടവും താൻ തന്നെയാണെന്ന് അറിയാനാകും. ഇത് മറക്കാത്ത സ്നേഹിതൻ എന്ന എൻ്റെ ബുക്കിൽ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണ്. തുടക്കത്തിൽ കുറേ പേര് തിരുഹൃദയ ഗീതം എന്ന കവിതയാണ്. അവസാന ഭാഗത്തിൽ കൊടുത്തിട്ടുള്ള സന്ദേശമാണ് ഇത്. എൻ്റെ മറക്കാത്ത സ്നേഹിതൻ കുറച്ചു കാലം മുന്നേ ഇറക്കിയതാണ്. മതതത്വങ്ങൾ എല്ലാം ഒരുമയുള്ളതാണ്. തത്വത്തിൽ ഇത് സമ്മതിക്കാമെങ്കിലും ആചാരങ്ങളും വേഷങ്ങളും ഭിന്നങ്ങളാണ്. എന്നാൽ ഒന്നിനെയും നിഷേധിച്ച് തള്ളാതെ മാനിക്കാൻ കഴിയുന്ന സഹിഷ്ണുതയുണ്ടെങ്കിലേ അത് മനസ്സിലാവൂ. നിങ്ങൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ എപ്പോഴും വിനയമുള്ളായിരിക്കണം. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ ഒരു വിനയമുണ്ടായിരിക്കും. അസൂയ തീരെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുള്ള ഒരു വാശിയെങ്കിലും വേണം. ഞാൻ എന്നൊരഹന്ത എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്നെ കുറ്റം പറഞ്ഞ് കളഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. കുറ്റം പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കുവാനുള്ള അറിവില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രമേ എന്ന ഭാവം ആർക്കും നല്ലതല്ല. ഇവിടെ വളരുന്ന ആണും പെണ്ണും ലോകത്തിന്റെ തീർപ്പ് കൽപ്പിക്കേണ്ടവരാണ്. ഈ ധർമ്മബോധം കൊണ്ടാണ് നമ്മൾ വലിയവരാകേണ്ടത്. ഈ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഈ സൗരയൂഥത്തിൽ എന്നല്ല മറ്റു സൗരയൂഥങ്ങളിൽ കൂടി പോലും പരമ്പരാഗതമായി വന്നിട്ടുള്ള സകല തെറ്റുകളും തീർത്ത് ഞങ്ങൾക്ക് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാനുള്ള അറിവും പരിചയവും പഴക്കവും തരണേ എന്നായിരിക്കണം സദാ ഉള്ള നമ്മുടെ പ്രാർത്ഥന. നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടി നിങ്ങൾക്ക് വേണ്ട എല്ലാ നന്മയും എല്ലാ ഭാഗ്യവും വരുത്തിയെടുക്കണം. നമുക്ക് നല്ലതൊന്നും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തിന്മ പകരാതിരിക്കണം എന്നൊരു ഉദ്ദേശം വേണം. നിങ്ങൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ കർമ്മത്തിൽ ഒരു വിനയം ഉണ്ടായിരിക്കും. വിനയം ത്യാഗത്തിന്റെ മുഖവുരയാണ്. ആര് എന്തിനു വേണ്ടി വന്നാലും അവരുടെ ആവശ്യം അറിയാനുള്ള വ്യഗ്രത വേണം. അതാണ് വിനയം. വിനയത്തോടു കൂടി പ്രവർത്തിക്കുക. മറ്റുള്ളതിനെയൊക്കെ ഈ തല്ലി തകർത്ത് കളയാം എന്ന് വിചാരിക്കരുത്. വിനയവും യോഗ്യതയുമാണ് അന്തസ്സ്. വിനയമാണ് ഏറ്റവും വലുത്. അനുസരണ അതിലും വലുത്. അതിനൊത്താണ് യോഗ്യത. എല്ലാ പ്രകാശങ്ങൾക്കപ്പുറം മഹിമയുള്ള പരമപ്രകാശം ഈ പരമ്പരയിൽ അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശരീരത്തിൽ ഇരിക്കുകയില്ല. ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ട കർമ്മം പാടിയും പറഞ്ഞും എഴുതിയും തുലച്ചും നഷ്ടപ്പെടുത്തിയാൽ കർമ്മഭൂമിക വരുമോ? നിയമം കൊണ്ട് അനുസരിക്കുന്ന അല്ലെങ്കിൽ അനുസരിപ്പിക്കുന്ന ബുദ്ധിക്കപ്പുറം ഇതിൽ വേറെ വലുതുമുണ്ടോ? ദൈവവചനങ്ങളെ ബുദ്ധിയിൽ പാടി വരുത്തുന്ന നന്മ തിന്മകളുടെ കളിയരങ്ങുകളാണ് ലോകത്ത് കാണുന്നതെല്ലാം. ദൈവം തന്നതായിട്ട് കാണണം. ഞാനൊരു ഉപാധി മാത്രം. ദർശന സിദ്ധി ന്യായം പോലെ മനസ്സിലാക്കരുത്.
ദൈവമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് തന്നെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് വേണ്ടത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോട് വിരോധിക്കരുത്, അവരെ അവമതിക്കരുത്. സത്യത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞൊരു നേട്ടം ജീവിതത്തിൽ വരാനില്ല. ബുദ്ധിയായുക്തം യോഗബലനെ ബുദ്ധിയായുക്തം യോഗബലനെ ഓരോന്നും കഴിയണം. അതൊരു ഭാഗ്യമാണ്. സ്വയം അനുഭവിച്ചറിഞ്ഞ് നിരീക്ഷിച്ച് പരീക്ഷിക്കലാണ് വിജ്ഞാന പരിശോധനയ്ക്കുതകുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടറിയില്ല. പരിശോധന ചെയ്തറിഞ്ഞ് സത്തകളെ സമാഹരിച്ച് സംഗ്രഹിച്ച് കർമ്മത്തിലൂടെ സംസ്ഥാപനം ചെയ്യണം. ഭക്തൻ ശ്രദ്ധയുള്ളവനായിരിക്കണം. ശ്രദ്ധയില്ലാത്ത ഭക്തി കൊണ്ട് പ്രയോജനമില്ല. ശ്രദ്ധാഭക്തി എന്നാണ് പറയുന്നത്. ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ എവിടെ എന്ത് നടന്നാലും അവൻ അറിയും. ഈ ലോകത്ത് ചെയ്തു കൂട്ടുന്ന തിന്മകൾ പ്രകൃതിക്ക് താങ്ങാനാവാതെ വരുമ്പോൾ ഈ തിന്മകളെ യുദ്ധമായും ഭൂകമ്പമായും പ്രകൃതിക്ഷോഭങ്ങളായും ദൈവം പരിണമിപ്പിക്കുന്നു. അമ്മ എന്ന ഗുരു, അച്ഛൻ എന്ന ഗുരു, ദൈവത്തെ അറിഞ്ഞ ഗുരു, ദൈവം എന്ന ഗുരു, അങ്ങനെ ജനനം മുതൽ അറിഞ്ഞ് പരമമായ അറിവിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി സമാധാനം തേടുക. അത് തന്നെ ലക്ഷ്യം, അത് തന്നെ മുക്തി, അതിന് തന്നെ മനുഷ്യജന്മം. ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല, ഞാൻ നിങ്ങളിൽ എല്ലാവരിലും എല്ലാമായി നിൽക്കുന്നു. സകല വിഷമങ്ങളുടെയും സകല രോഗങ്ങളുടെയും സകലവിധ ശാന്തിയും സകലവിധ ഐശ്വര്യങ്ങളും സകലവിധ നന്മകളും എന്നെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വളരുന്ന പഴയതെല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ. അതിനെയൊന്നും തകർക്കാൻ അതിൻ്റെ ആത്മസുഹൃത്തിനെ നമ്മൾ എടുക്കുക. പക്ഷെ നീചമായി തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും. നീചമായി നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് നമ്മുടെ ആത്മീയത. ആത്മീയതയിൽ നാം അറിയാത്തൊരു രഹസ്യമുണ്ട്. അത് എടുക്കണമെങ്കിൽ നോവണം. നമ്മുടെ പൂർവികന്മാർക്കും ഗുരുക്കന്മാർക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയേണ്ടത്. ഈ തെറ്റിനൊരു തിരുത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടണം. ഒരു കുടുംബമായി ജീവിക്കുന്ന നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ജീവിതം കൊണ്ട് ധന്യരാകണം. എങ്കിലേ പൂർവിക പാരമ്പര്യത്തിലെ നന്മ നിങ്ങളിൽ വന്നു ചേരൂ. ഞാൻ ആരുടെയും മാതൃക സ്വീകരിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു മാതൃക തരാൻ വേണ്ടി വന്ന ആളാണ്. എൻ്റേതു മാത്രമായ മാതൃക. അത് നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഗൃഹസ്ഥാശ്രമിക്ക് ആത്മീയം പോലെ തന്നെ ഭൗതികവും പ്രധാനമാണ്. മനുഷ്യൻ ഭൗതികം അത്യാവശ്യമാണ്. ഭൗതികത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിനെക്കുറിച്ചും മാനിച്ചറിയാൻ കഴിയുകയില്ല. ഒരു ഭരണകൂടം ധർമ്മിഷ്ഠമാണെങ്കിൽ ഒരു സാധുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നതാണ് ധർമ്മശാസനം. ഭരണകൂടം നന്നാകാനും ജീവിതം പഠിക്കാനുമാണ് ആശ്രമത്തിൽ താമസിക്കുകയും ഉപദേശം തേടുകയും ചെയ്തിരിക്കുന്നത്. സത്യത്തെ സൂക്ഷിച്ചെടുക്കുന്നവർക്കുള്ളതാണ് ഭാഗ്യം. സന്യാസി എന്ന് പറഞ്ഞാൽ അസത്യം ചെയ്യാത്ത, അത് ആത്മത്യാഗത്തിന്റെ അത്യുന്നത ശൃംഖങ്ങളെ പ്രാപിച്ചിട്ടുള്ളവർക്ക് മാത്രം ഉതകുന്നതത്രേ. പൂർവാർജിത കർമ്മ പിശകുകൾ മാറ്റി ചൈതന്യത്തിന്റെ പരമോന്നത പദവിയിൽ അത് എത്തപ്പെടും. ലോകത്തിന്റെ നിലനിൽപ്പ് ഉതകുന്ന കർമ്മധീരതയ്ക്ക് ദൈവദത്തമായ അംഗീകാരമാണ് സന്യാസം. ഇവിടെ ഒരല്പം വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അതിനു തക്കതായ ജോലി തന്നെ കിട്ടണമെന്ന പിടിവാശിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ജോലിയുമില്ലാതെ യാതൊരു ജോലിയും ചെയ്യാതെ ആയിത്തീർന്ന എത്രയെങ്കിലും യുവാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഗുരുതരമായി തന്നെ അനുഭവപ്പെടും. എല്ലാവർക്കും ഇന്നേ ദിവസം ശുഭദിനം ആശംസിക്കുന്നു. ചേട്ടാ
മോളിത്തെ കുരിശും പെടണം കേട്ടോ. ഒത്തിരി അകലെ നിന്നാൽ മതി. അത് പോയി, എൻ്റെ പടം പോയി സാറല്ലേ. ഞാൻ ടോക്കൺ തുടങ്ങിയിട്ടുള്ള എൻ്റെ പടല്ലേ കത്തം തുറന്ന് വന്നിട്ടുള്ളത്. അയ്യോ